ഹായ് ഹലോ. അപ്പൊ ഒന്ന് പാപ്പനെ കൂട്ടാൻ പോവാ വാവട്ടനെ കൂട്ടാൻ വേണ്ടി ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ വാവട്ടനെ അറിയൂല ഞങ്ങൾ പോകുന്ന കാര്യം. വാവട്ടൻ വിചാരിക്കുന്ന ഫ്രണ്ട്സാണ് കൂട്ടാൻ വരുന്നതെന്ന്. അപ്പോൾ അച്ചേട്ടനും കൃഷ്ണകുമാരേട്ടനും ഉണ്ട്. ഞാനെത്തിയിട്ട് കാണാം. ഇതാ സുന്ദരനായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അയ്യോ പാപ്പനെ കാണുമ്പോ അയ്യോ എന്താ ചോദിക്കുക? മിഠായിണ്ടോ? അയ്യോ എന്താ ചോദിക്കുക? പാപ്പനെ കാണുമ്പോ എന്താ ചോദിക്കുക? അയ്യോ പാപ്പനോട് ചിരിക്കുള്ളൂ പാപ്പനെ കാണുമ്പോ. കടലിൽ കൊണ്ടുപോകാൻ പറയോ? പാപ്പനെ കാത്തു നിൽക്കുകയാണ്. കാരണം വെച്ചാൽ കടലിൽ പോകാൻ വേണ്ടി അച്ചക്കുട്ടൻ പോകുന്നതിൻ്റെ 2 ദിവസം മുന്നേ ഞങ്ങൾ കടലിൽ പോയിട്ടിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോ കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കടലിൽ പോകണമെന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ് പാപ്പൻ വന്നിട്ട് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചിരുത്തിയ. അപ്പോൾ എന്നും വന്ന് ചോദിക്കും കടലിൽ പോവാ. അപ്പോൾ പാപ്പൻ വരട്ടെ എന്ന് പറഞ്ഞ് നിൽക്കലാണ് ഞങ്ങൾ. അപ്പം ഏതായാലും പാപ്പൻ വരുന്നുണ്ട്. അപ്പോൾ പാപ്പൻ കടലിൽ കൊണ്ടുപോയില്ല? അയ്യോ യെസ് ഇങ്ങനെ ആക്ക്. ആയി ഭയങ്കര സന്തോഷത്തിലാണല്ലേ? സന്തോഷല്ലേ? അങ്ങനെ പാപ്പനെ കാണാനുള്ള സന്തോഷത്തിലാണ് കേട്ടോ ആയു ഉറക്കൊക്കെ വരുന്നുണ്ടെങ്കിലും ഉറങ്ങല്ലേ പറയുമ്പോൾ ഒക്കെ ഉറങ്ങാതെ പിടിച്ച് നിൽക്കായിരുന്നു കേട്ടോ. പിന്നെ അവിടെ വരെ എങ്ങനെയൊക്കെയോ ഉറക്കൊക്കെ പിടിച്ച് നിർത്തി. പാപ്പനെ കാണുന്നവരെ ഉറങ്ങിയില്ല കേട്ടോ. ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അത് ഞങ്ങൾ വിചാരിച്ച് മനസ്സിലാവില്ല, കാരണം വാവട്ടെ ഒരു കൊല്ലത്തിൻ്റെ അടുത്തായി പോയിട്ട്, അപ്പം പോവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വാവട്ടനെ കണ്ടത് ഭയങ്കര സന്തോഷമായിണ്ടായിരുന്നു കേട്ടോ അതിന്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരാൻ നേരത്ത് കുറച്ച് നേരം വൈകി, ലഗേജിന് കാര്യങ്ങളൊക്കെ കിട്ടാൻ. വരും. ആരായോ? ആരാ അത് വന്നത്? പാപ്പയുടെ പോയി കുഞ്ഞി പാപ്പനോ വലിയ പാപ്പനാരാ? കുഞ്ഞതായി പോയ പാപ്പ? എന്താ വിളിച്ച്? ദേവുട്ടാന്നോ വാവുട്ടാന്നോ എന്തോ വിളിച്ചല്ലോ ഇപ്പൊ. ആങ്ങളെ വണ്ടിയൊക്കെ ഇതാക്കി വെച്ചിരുന്നു. എന്നാ പോവാ വിളിച്ചത്? രാത്രി ആവണ്ടേ? നാളെ രാത്രി പോവാ നമുക്ക്. ഉറങ്ങോ? നിങ്ങള് വരാൻ കാത്തേക്ക് ഉറങ്ങാൻ ഇതുവരെ ഉറക്കം പിടിച്ചൊക്കെ. അങ്ങനെ എൻ്റെ അടുത്തുനിന്ന് ആയു പാപ്പൻ്റെ വണ്ടിയിലേക്ക് മാറിട്ടോ. ആരടുത്തും അങ്ങനെ പോവാത്താണ്, എന്താണെന്നറിയില്ല. വാവട്ടൻ്റെ അടുത്തേക്ക് മാത്രം ഇങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വാവട്ടൻ എടുത്താൽ പോട്ടോ. പിന്നെ വാവട്ടനോട് കുറേ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കുത്തിരിക്കുകയായിരുന്നു. പിന്നെ വാവട്ടൻ്റെ വണ്ടിയിൽ ബൈക്കിൽ സൈലൻസറിൽ കല്ലൊക്കെ വാരിയിട്ടുണ്ടായിരുന്നു. ആ കാര്യമൊക്കെ ഞങ്ങൾ പറയുന്നതിന് മുന്നേ, വേഗം ചീത്ത കേൾക്കുന്നതിന് മുന്നേ ആയു വേഗം പറഞ്ഞിരിക്കുകയാണ് വാവട്ടനോട്. അപ്പോൾ വാവട്ടൻ എന്തൊക്കെയോ പറയുകയാണ് ഇങ്ങനെ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയതായിരുന്നു. ഇടവണ്ണയാണെന്ന് തോന്നുന്നു. മമതയിലാണ് ഞങ്ങൾ കയറിയത് റെസ്റ്റോറൻറ്റിൽ. അങ്ങനെ ഞങ്ങളെല്ലാവരും ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഞാൻ മാത്രം ചെമ്മീൻ ബിരിയാണി, പിന്നെ 2 അമ്മയും കുമരേട്ടനും
എന്തെയ്യുന്നു കാട ബിരിയാണിയും വാവട്ടനും അച്ചറിനും ഫിഷ് ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്ത്. പിന്നെ ആയു നല്ല ഉറക്കത്തിലായിരുന്നു, എണീറ്റിട്ടേ ഇല്ല. കുറേ ഞങ്ങൾ വിളിച്ചു ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ, പക്ഷേങ്കിൽ ഉറങ്ങിപ്പോയി. കാരണം അങ്ങോട്ട് പോകുമ്പോഴേ ഉറക്കുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ഉറങ്ങാതെ നിന്നതായിരുന്നു. പിന്നെ വാവട്ടൻ്റെ മടി കിടന്നങ്ങാൻ ഉറങ്ങിപ്പോയി. പിന്നെ ലാസ്റ്റ് എണീറ്റില്ല. പിന്നെ കാർ കയറാൻ നേരത്തൊന്നും എണീറ്റ്. അതിൽ കുട്ടൻ വീഡിയോ കോൾ ചെയ്ത് സമയത്ത് കുറച്ച് നേരം എണീറ്റ് വർത്താനം പറഞ്ഞ് പിന്നെ ഉറങ്ങിപ്പോയിട്ട് വീട്ടിലെത്താൻ നേരത്ത്. പിന്നെ വീട്ടിലെത്താൻ നേരം ഒരു 11:45 11:30 ആയിട്ടുണ്ടാവും. വീട്ടിലെത്താൻ തന്നെ കുറച്ച് നേരം വൈകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ പെട്ടിയൊക്കെ പൊട്ടിച്ചതൊക്കെ. അങ്ങനെ വലുതായിട്ടൊന്നും പ്രതീക്ഷ ആദ്യം ഇല്ലായിരുന്നിട്ട് അവിടെ പറഞ്ഞ് ഒന്നും കൊണ്ടുവന്നില്ല എന്ന്. പിന്നെ കുറച്ച് മുട്ടായും കാര്യങ്ങളും പിന്നെ ആയുനും വാമിമോക്കൊക്കെ കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ടുള്ളൂ. മുട്ടായി തന്നെയായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ വാവട്ടൻ്റെ വെട്ടി പൊട്ടിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ആകാംക്ഷ ഉള്ളത് കുട്ടൻ്റെ വെട്ടി പൊട്ടിക്കുമ്പോഴായിരുന്നു കേട്ടോ. വാവട്ടൻ്റെ അല്ലെങ്കിലും കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ കുട്ടൻ എന്തൊക്കെയോ കണ്ടതെല്ലാം വാങ്ങിയിടും. അപ്പോൾ ഒരു ഇതാണ്, കുട്ടൻ്റെ കുറേ ഉണ്ടാവും. അങ്ങനെ അതിനൊരു റിമോട്ട് എന്താ പറയുക റോബോട്ട് കാറായിരുന്നു വാങ്ങി. അതിന് ഭയങ്കര പേടിയായിരുന്നു അത് തുറന്ന് വെച്ചപ്പം തന്നെ. പിന്നെ അതിന് കാറ് കൊടുത്ത സമയത്ത് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അവന് അച്ഛനാണ് പൊളിച്ചെടുത്ത്. പക്ഷെ കാറ് കണ്ട സമയത്ത് ഭയങ്കര പേടിയായിരുന്നു അവന്. ഇപ്പോഴും പേടി മാറിയില്ല. പിന്നെ ഞങ്ങളിപ്പം പേടി മാറ്റാൻ നിൽക്കല്ല. കാരണം വെച്ചാൽ 2 എയറിനോ ഓനുണ്ടാവുള്ളൂ എന്ത് സാധനമാണെങ്കിലും. അപ്പോൾ പിന്നെ പേടിയാവുമ്പോൾ അങ്ങനെ എറിയാൻ കിട്ടൂലല്ലോ, തൊടൂലല്ലോ. അതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.